Assalamualaikum dear friends and once again welcome back to my channel. കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെയൊക്കെ നാട്ടുവഴികളിലും റോഡ് വക്കിലും വേലിക്കരികിലും ഒക്കെ കണ്ടുവരുന്ന യാതൊരു വളവും കിട്ടാതെ തനിയെ വേരുപിടിച്ച് വളർന്നു വരുന്ന സസ്യമായ ഒരു വേരിനെ കുറിച്ചാണ്. കാട്ടുചെടികൾ എന്ന് പേര് വിളിച്ച് നാം ഇവയെ പിഴുതുമാറ്റുകയാണ് പതിവ്. എന്നാൽ ഇത്തരത്തിൽ കളയുന്ന കാട്ടുചെടികളും പുല്ലുകളും ഒന്നും കരുതുന്ന പലതും പലതരത്തിലുള്ള ഔഷധ ഗുണങ്ങൾ ഒത്തിണങ്ങിയതാണെന്ന് നമ്മൾ അറിയാതെ പോകുന്നു. പണ്ടുകാലത്തെ തലമുറയ്ക്ക് ഇത്തരം ഔഷധ സസ്യങ്ങളെ കുറിച്ച് കാര്യമായ വിവരം ഉണ്ടായിരുന്നു. മണം കൊണ്ടും രൂപം കൊണ്ടുമൊക്കെയാണ് അവർ ഇതിനെ തിരിച്ചറിഞ്ഞിരുന്നത്. മിക്കവാറും ഇത്തരം സസ്യങ്ങൾ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്തവയുമാണ്. നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒന്നാണ് ഒരു വേരൻ എന്നറിയപ്പെടുന്ന ഈ കുഞ്ഞു സസ്യം. അല്പം വലിയ പരന്ന അറ്റം കൂർത്ത ഇലകളോട് കൂടിയ ഇവയിൽ ചെറിയ വെള്ള പൂക്കളാണ് ഉണ്ടാകുക. ഇലയ്ക്ക് മീതെ നനുത്ത രോമങ്ങളും ഉണ്ടാകും. ഒരു വേരൻ എന്ന പേരിന് പുറമെ വട്ടപ്പെരുക്, പെരിങ്ങലം, പെരു എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം ഹെൽക്ലറോഡെൻഡം എന്നാണ്. ഈ ചെടി സ്ത്രീകൾക്ക് ഏറെ നല്ലതാണെന്നാണ് വാസ്തവം. പല സ്ത്രീജന്യ രോഗങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരമാണ് ഈ ചെടി. പെരിങ്ങലത്തിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം. സ്ത്രീകളിലെ സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയകള ക്യാൻസർ അകറ്റുവാനുള്ള നല്ലൊരു മരുന്നാണ് ഇത്. ഇതിന്റെ വേര് അരിക്കൊപ്പം ചേർത്തരച്ച് എന്തെങ്കിലും പലഹാര രൂപത്തിൽ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും. അട പോലുള്ളവ ആയാലും മതിയാകും. അടുപ്പിച്ച് 11 ദിവസം ഇത് കഴിക്കുകയാണെങ്കിൽ സെർവിക്കൽ ക്യാൻസർ ഉള്ളവർക്കും ഒരു നല്ല പരിഹാരമാണ്. 12 വയസ്സിനും അതിനു മുകളിലുള്ള സ്ത്രീകൾ മാത്രമേ ഇത് ഉപയോഗിക്കുവാൻ പാടുള്ളൂ. പണ്ടുകാലത്ത് പ്രസവശേഷം സ്ത്രീകൾക്ക് ഇത് നൽകി വന്നിരുന്നു. യൂട്രസ് ശുദ്ധി വരുത്തുന്നതോടൊപ്പം സെർവിക്കൽ ക്യാൻസർ തടയാനും ഇത് സഹായിക്കുന്നു. രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ടത് പനികൾക്കാണ്. പല പനികൾക്കുമുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ ഒരു വേരൻ എന്ന സസ്യം. ഇത് നെല്ലിക്ക വലുപ്പത്തിൽ അരച്ചെടുത്ത് പാലിൽ ചേർത്ത് കഴിക്കുന്നത് H1N1 അണുബാധ തടയാൻ നല്ലതാണ്. ഇലയോ അല്ലെങ്കിൽ വേരടക്കം സമൂലമോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ വേര് കഷായം വെച്ച് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി തുടങ്ങിയ പല പനികൾക്കും ഇത് നല്ലൊരു പരിഹാരമായി കാണുന്നു. അടുത്തതായി എടുത്തു പറയുകയാണെങ്കിൽ മൈഗ്രെയിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ ചെടി. ഇതിന്റെ തളിരിലകൾ തൊട്ടുരിയാതെ എടുക്കുക. ശേഷം കൈവെള്ളയിൽ വെച്ച് ഞെരടി ഇതിന്റെ നീര് പെരുവിരലിന്റെ നഖത്തിൽ അല്പം നിർത്തി ഒഴിച്ചു കൊടുക്കുക. മൈഗ്രെയിൻ മാറിക്കിട്ടുന്നതാണ്. തളിരില ചതച്ചു നഖത്തിൽ വെച്ച് കെട്ടിയാലും ഗുണം ലഭിക്കുന്നതാണ്. ഇത് കുറച്ചുനാൾ ചെയ്തു വരികയാണെങ്കിൽ മൈഗ്രെയിൻ പൂർണ്ണമായും ശമിക്കുന്നതാണ്. തലയുടെ ഒരു വശത്താണ് വേദനയെങ്കിൽ, അതായത് വലതുവശത്താണ് വേദനയെങ്കിൽ ഇടതുകാൽ വിരലിലും, ഇടതുവശത്താണ് വേദനയെങ്കിൽ വലതുകാലിന്റെ വിരലിലുമാണ് വെച്ച് കെട്ടേണ്ടത്. ഇനി ആകെ മൊത്തം തലവേദന ആണ് എങ്കിൽ 2 പെരുവിരലിലും ഇതിന്റെ നീരിറ്റിക്കുകയോ വെച്ച് കെട്ടുകയോ ചെയ്യേണ്ടതാണ്. ഇനിയുമുണ്ട് ഒരുപാട് ഗുണങ്ങൾ. പാമ്പിന്റെ വിഷത്തിനെതിരെയുള്ള നല്ലൊരു ഒറ്റമൂലി പ്രയോഗം കൂടിയാണിത്. മൂർഖൻ പാമ്പിനെതിരെയാണ് ഇത് ഏറ്റവും ഫലപ്രദമായിട്ട് കാണുന്നത്. മൂർഖൻ പാമ്പിന്റെ കടി കൊണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന്റെ തളിരില പശുവിൻ പാൽ ചേർത്തരച്ച് നെല്ലിക്ക വലുപ്പത്തിൽ ഉരുട്ടി കഴിച്ചാൽ ഗുണമുണ്ടാകും. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും ഇതൊരു ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ തളിരിലയും കാട്ടുജീരകവും ചേർത്തരച്ച് ഉപയോഗിക്കാം. നല്ല ഗുണം കിട്ടുന്നതാണ്. പ്രമേഹത്തിനുള്ള ഒരു നല്ല നാട്ടുമരുന്നെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. സെർവിക്കൽ ക്യാൻസറിനു മാത്രമല്ല മറ്റു ക്യാൻസറുകൾക്കെതിരെയും ഇത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. ആരോഗ്യപരമായ കാരണങ്ങൾ കൂടി ഇതിന്റെ പിറകിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പണ്ടുകാലത്ത് തിരുവാതിരയ്ക്ക് വ്രതമെടുത്തിരുന്ന സ്ത്രീകൾ പെരിങ്ങലത്തിന്റെ വേരരച്ച് ഭക്ഷണമുണ്ടാക്കി കഴിച്ചിരുന്നു. കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. കൂടാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.